ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടും റിവ്യൂവിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് 100-ൽ കൂടുതൽ പോർട്ട്ഫോളിയോസ് ഞാൻ പല സമയത്തായിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ പോർട്ട്ഫോളിയോസ് എല്ലാം റിവ്യൂ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ചില മിസ്റ്റേക്കുകൾ എല്ലാ പോർട്ട്ഫോളിയോസിലും കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള റീസൺ ഞാൻ മനസ്സിലാക്കിയത് പലർക്കും ഇത് മിസ്റ്റേക്കാണെന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. സോ ഐ തോട്ട് ടു ഡു എ വീഡിയോ ഓൺ ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഫിക്സ് ദീസ് മിസ്റ്റേക്സ് ആൻഡ് ലാൻഡ് റിയൽ ജോബ്സ് ആൻഡ് ക്ലയൻറ്റ്സ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതേപോലെ ഫ്രീലാൻസിങ്, ബ്രാൻഡിങ്, ബ്രാൻഡ് സ്ട്രാറ്റജി, സ്റ്റോറി ടെല്ലിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് നിങ്ങളുടെ എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും എന്നെ അറിയിക്കാനും മറക്കരുത്. ഡൊണാൾഡ് നോവൻ പറയുന്ന പോലെ ഡിസൈൻ ഇസ് റിയലി ആൻ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ദ ആർട്ട് മ്യൂസിയമാണ്. നിങ്ങളൊരു ആർട്ട് മ്യൂസിയം കണ്ടിട്ടില്ലേ? അതിൽ ഒരുപാട് ഇമേജസ് ഉണ്ടാവും, പക്ഷെ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ അതിലുണ്ടാവില്ല. വളരെ കുറവായിരിക്കും ആ മ്യൂസിയത്തിൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇതേപോലെയാണ് പലരുടെയും പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഒരുപാട് ഇമേജസ് ഉണ്ടാവും, പക്ഷേ അതിൽ സ്റ്റോറി എന്ന് പറയുന്നത് മിസ്സ് ചെയ്യും. നിങ്ങൾ ഇവിടെ നിങ്ങളെ പൊസിഷൻ ചെയ്യേണ്ടത് ഒരു സ്റ്റോറി ടെല്ലറായിട്ടാണ്, അല്ലാതെ ഒരു ഫോട്ടോഗ്രാഫറായിട്ടല്ല. ഫോട്ടോഗ്രാഫർ ആണെങ്കിലാണ് ഒരുപാട് ഫോട്ടോസ് ഉണ്ടാവുക. നിങ്ങൾ ഒരു സ്റ്റോറി ടെല്ലർ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവർ ആവുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രോജക്റ്റിനെ അപ്രോച്ച് ചെയ്തത്, പ്രോബ്ലത്തിനെ സോൾവ് ചെയ്തതെന്ന് പറയണം. ആദ്യം നിങ്ങളുടെ ചാലഞ്ച് പറയുക, പ്രോസസ്സ് പറയുക, അതിൻ്റെ ഔട്ട്കം പറയുക. ദ സെക്കൻഡ് മിസ്റ്റേക്ക് ഇസ് ഔട്ട്കം സ്റ്റാർവേഷൻ. നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് ആരും പറയാറില്ല. നിങ്ങൾ അവിടെ എന്ത് ഔട്ട്കമാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നിങ്ങളത് ഡിസൈൻ ചെയ്തുകൊണ്ട് എന്ത് ഇമ്പാക്റ്റാണ് ആ ബ്രാൻഡിന് ഉണ്ടായതെന്ന് നിങ്ങൾ പറയാതെ എങ്ങനെയാണ് ആൾക്കാർ അറിയാൻ പോകുന്നത്? എപ്പോഴും മെഷറബിൾ ആയിട്ടുള്ള റിസൾട്ടിൽ വേണം ഈ ഔട്ട്കം നിങ്ങൾ അവിടെ കൊടുക്കാനായിട്ട്. അത് എന്ത് വേണമെങ്കിലും ആവാം. കൂടുതൽ ലീഡ്സ് ആവാം, വിസിബിലിറ്റി ആവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എക്രോസ് ആയിട്ട് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ലുക്ക് ആവാം, കൂടുതൽ പിച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് ആവാം, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിനെ കിട്ടിയതാവാം. ഇതൊക്കെ ഔട്ട്കമാണ്. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൊജക്റ്റിൽ നിന്ന് എന്താണ് പഠിച്ചത് എന്നുള്ളതും നിങ്ങൾക്ക് പറയാം. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ക്ലയൻറ്റിൻ്റെ ടെസ്റ്റിമോണിയൽസും കൂടെ വരുന്നത്. തേർഡ് വൺ ഇസ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്, മാസ്റ്റർ ഓഫ് നൺ. മിക്ക പോർട്ട്ഫോളിയോസിൽ നോക്കിയാലും അതിൽ സൂര്യൻ്റെ താഴെയുള്ള എല്ലാ സ്കില്ലുകളും ഉണ്ടാവും. ലോഗോ, ബ്രാൻഡിങ്, ലീഡർഷിപ്പ്, ബ്രാൻഡ് ഐഡൻറ്റിറ്റി, പാക്കേജിങ്, ഗ്രാഫിക് ഡിസൈൻ, പോസ്റ്റർ ഡിസൈൻ, വെബ് ഡെവലപ്മെൻറ്റ്, വീഡിയോ എഡിറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ്, ഓട്ടോക്യാഡ്, ബ്ലെൻഡർ, മായ, ജാവാസ്ക്രിപ്റ്റ്, വേർഡ് പ്ലസ് ഡെവലപ്മെൻറ്റ്, കോഡിങ്, ഫിഗ്മ, ഇങ്ങനെ എല്ലാം. ദ തിങ് ഈസ്, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സ്കില്ലുകൾ അറിയുന്നത് അപ്രീഷിയബിൾ ആണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇങ്ങനെ ഒരുപാട് സ്കില്ലുകൾ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ബെനിഫിറ്റാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ നല്ലൊരു ഏജൻസിയിലൊക്കെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ സ്പെഷ്യലൈസേഷൻ നിർബന്ധമായിട്ട് നോക്കും. ഉദാഹരണത്തിന് നിങ്ങൾ വെറും ഒരു വീഡിയോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ ഒരു DOPയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ആ ഒരു സ്പെഷ്യലൈസേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. നിങ്ങൾ വെറും ഒരു ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഹെഡ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലാതെ ഒരുപാട് അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ലുകൾ പഠിക്കുക എന്നുള്ളതല്ല. ആൻഡ് ദ ഫോർത്ത് മിസ്റ്റേക്ക് ഇസ് ദി റാൻഡം കളക്ഷൻ. ഒരു റൂമിൽ നിങ്ങൾ കുറേ വെള്ളാരങ്കല്ലുകൾ എറിയാണ്, പക്ഷേ ഈ വെള്ളാരങ്കല്ലുകൾക്കൊക്കെ പലതരത്തിലുള്ള ഷേപ്പുകളാണുള്ളത്, പലതരത്തിലുള്ള കളറാണുള്ളത്, പലതരത്തിലുള്ള ടെക്സ്ചറാണുള്ളത്. ഇതെല്ലാം കൂടെ ഒരു യൂണിഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യോ? ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെതറി കിടക്കുന്ന പോലെയാണ്. പക്ഷേ ഈ കല്ലുകൾക്കെല്ലാം ഒരു സെയിം ആയിട്ടുള്ള ഷേപ്പാണുള്ളതെന്ന് വിചാരിക്കുക. ബാക്കി ടെക്സ്ചർ ഡിഫറെൻ്റ് ആണ്, കളറും ഡിഫറെൻ്റ് ആണ്, ബട്ട് സ്റ്റിൽ അത് എന്താണ് യൂണിഫൈഡ് ആയിട്ട് തോന്നും. ഇനി എല്ലാത്തിനും ഒരേ കളറാണ്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്, ഷേപ്പാണെന്നുണ്ടെങ്കിലും അത് യൂണിഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു റിലേഷൻ വേണം. അതിലുള്ള എല്ലാ പ്രോജക്റ്റുകൾ തമ്മിലും ഒരു റിലേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു ആപ്പ് ഡിസൈൻ ചെയ്തു, അതിനടുത്ത് ഒരു ഇല്ലസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു പോസ്റ്ററാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ഈ ആപ്പ് ഡിസൈനുമായിട്ട് ഒരു ബന്ധവും ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിനെ മനസ്സിലാക്കാൻ വ്യൂവറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആക്കുകയാണ് ചെയ്യുക. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ സ്റ്റൈൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഒരു പക്ഷേ ട്രൈ ചെയ്യാം. പ്രോജക്റ്റുകൾ ഒരു പക്ഷേ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ നിങ്ങളുടെ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾഡ് ആയിട്ടുള്ള ടൈപ്പോഗ്രഫി യൂസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ടൈപ്പോഗ്രഫി യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. അതല്ലെങ്കിൽ ഭയങ്കര ബോൾഡായിട്ടുള്ള കളേഴ്സുകൾ എല്ലാ പ്രോജക്റ്റുകളും യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആളുകളായിരിക്കും. കണക്ഷനുള്ള പ്രോജക്റ്റുകൾ ഒരു പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ്
മേജർ വൺ, ദി ക്ലീഷേ എബൌട്ട്. മിക്ക പോർട്ട്ഫോളിയോകളിലും എബൌട്ട് ഉണ്ടാവാറില്ല. ഇനി എബൌട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ്, 10ാം ക്ലാസ് എവിടെയാണ് പഠിച്ചത്, +2 എവിടെയാണ് പഠിച്ചത്, ഡിഗ്രി എവിടെയാണ് പഠിച്ചത്, കോളേജ് എവിടെയാണ് പഠിച്ചത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാകും. ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന അപ്രിഷ്യബിൾ ആണ്, കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് വേറൊരു സ്ഥലമുണ്ട്. നിങ്ങൾ ഒരു ജോബിന് കയറുകയാണെങ്കിൽ അവരൊരു ഫോം തരും. ഇവിടെ നിങ്ങൾ പ്രൈമറിലി ഫോക്കസ് ചെയ്യേണ്ടത്, പോർട്ട്ഫോളിയോയിൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ അപ്രോച്ചാണ്. എങ്ങനെയാണ് നിങ്ങളൊരു വർക്കിനെ അല്ലെങ്കിൽ ഒരു ഡിസൈനിനെ അപ്രോച്ച് ചെയ്യുന്നത്, നിങ്ങളുടെ തിങ്കിങ് എന്താണ്, നിങ്ങളുടെ വാല്യൂസ് എന്താണ്, നിങ്ങളുടെ ഡിസൈൻ സൈക്കോളജി എന്താണ്, എന്താണ് നിങ്ങളെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം ചൂസ് ചെയ്യാൻ ഡ്രൈവ് ചെയ്യുന്നതെന്ന്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പോർട്ട്ഫോളിയോയിൽ കൊടുക്കേണ്ടത്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും ഇവിടെ കൊടുക്കാം. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സബ്റ്റിലായിട്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പഠിച്ചിട്ടുള്ള ആളല്ല. ഞാൻ ഒരു സോളജിസ്റ്റ് ടേൺഡ് ഡിസൈനറാണ്. അപ്പം ഞാൻ സെൽഫ് ടോട്ടാണ്, പാഷനേറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ക്ലയൻറ്റിന് സാധിക്കും. ഞാൻ വേറെ എവിടെയും പഠിച്ചിട്ടില്ല, സ്വന്തമായി യൂട്യൂബ് നോക്കി പഠിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ എല്ലാ സ്കില്ലുകളും ഞാൻ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പാഷൻ കാണിക്കാനായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ സാധിക്കും. നിങ്ങളുടെ സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പോർട്ട്ഫോളിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. ഒരു ക്ലയൻറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരൊരിക്കലും അനോണിമസ് ആയിട്ടുള്ള ഒരാളുമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു ഫേസ് ഉള്ള ഒരാളുമായിട്ട് വർക്ക് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ കൊടുക്കുക, പറ്റുവാണെങ്കിൽ നിങ്ങളൊരു വീഡിയോ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് 6th വൺ, ഞാൻ എപ്പോഴും പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദി ബ്രാൻഡിങ് ഡയലമ. ഒരു 5-6 ഫോട്ടോസ് മോക്കപ്സ് സ്പെഷ്യലി ഇട്ടിട്ട് അതിനെ ഒരു ബ്രാൻഡിങ് പ്രോജക്റ്റ് എന്ന് വിളിക്കുന്ന ഒരുപാട് ഡിസൈനേഴ്സ് ഉണ്ട്. മിക്ക ഡിസൈനേഴ്സും അതിനെയാണ് ബ്രാൻഡിങ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ വളരെ താഴെ നിൽക്കുന്ന ഒരു ബിഗിനർ ആയിട്ടുള്ള ഡിസൈനർ ആണെന്ന് ഒറ്റ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. നിങ്ങളെ തള്ളിക്കളയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ബ്രാൻഡിങ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ 20-30 പേജൊക്കെ അടങ്ങുന്ന ഒരു കാര്യമാണ്. അത് മുഴുവൻ ഒരിക്കലും ഒരു പോർട്ട്ഫോളിയോയിൽ കാണിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതാണ് ബ്രാൻഡിങ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ കാണിച്ചിട്ടുള്ളത് വെറും ഒരു സ്റ്റൈൽസ്കേപ്പ് മാത്രമാണ്. നിങ്ങൾ ആദ്യം ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കണം. അത് ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഡിസൈൻ ആണോ, ബ്രാൻഡിങ് ആണോ, അതോ വിഷ്വൽ ഐഡൻറ്റിറ്റി ആണോ, വെറും ഒരു ലോഗോ ആണോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ കൊടുക്കാനായിട്ട്. ആൻഡ് 7th വൺ ഇസ് മിസ്സിങ് ദി ആക്ഷൻ കാർഡ്. മിക്ക പോർട്ട്ഫോളിയോയിലും ആക്ഷൻ കാർഡ് ഉണ്ടാവാറുണ്ട്, എന്നാൽ ചില പോർട്ട്ഫോളിയോസിൽ ഇത് മിസ്സിങ് ആയിരിക്കും. നിങ്ങളുടെ പോർട്ട്ഫോളിയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലയൻസിന് അല്ലെങ്കിൽ അത് കാണുന്ന ആൾക്ക് ഡൗട്ടായിരിക്കും. അപ്പോൾ എല്ലാ പേജിലും നിങ്ങളുടെ കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം കൊടുക്കുക. ഡെഫിനറ്റ്ലി ലാസ്റ്റ് ഒരു പേജ് ഇതിനു വേണ്ടി തന്നെ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യണം. അവിടെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഇമെയിൽ ID, കോൺടാക്ട് ഡീറ്റെയിൽസ്, ബാക്കി സോഷ്യൽ മീഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ബോൾഡായിട്ട് തന്നെ കുറച്ച് വലുതാക്കി കൊടുക്കണം. ബാക്കി എല്ലാ പേജസിലും വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുമായിട്ട് വർക്ക് ചെയ്യണോ, ഇന്ന പ്രോജക്റ്റ്, ഇന്ന വർക്ക്സിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട എന്നുള്ളൊരു ടെക്സ്റ്റും കൂടെ കൊടുത്തിട്ട് ഇത് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. സോ അവർ കൺഫ്യൂസ്ഡ് ആവില്ല. ഒരു പ്രോപ്പർ ആയിട്ടുള്ള CT എപ്പോഴും വേണം. ദ 8th മിസ്റ്റേക്ക് ഇസ് ദി ഔട്ട്ഡേറ്റഡ് ഗാലറി. പല പോർട്ട്ഫോളിയോകളിലും വളരെ മുമ്പ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ 2025 അല്ലെങ്കിൽ 2026 വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ വേണം. അതും വളരെ കുറച്ച് പ്രോജക്റ്റുകൾ മാത്രം ആഡ് ചെയ്താൽ മതി. നിങ്ങളൊരു 2-3 വർഷം മുമ്പ് വർക്ക് ചെയ്തൊരു പ്രോജക്റ്റ് ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് റെലവൻ്റ് ആയിരിക്കില്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് UI എന്ന് പറയുന്നത്. 2 വർഷം അല്ലെങ്കിൽ 3 വർഷം മുമ്പ് ഉണ്ടായിരുന്ന UI ആയിരിക്കില്ല ഇന്ന് ആളുകൾ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ 2 വർഷം മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഫ്ലയറിൻ്റെ സ്റ്റൈലായിരിക്കില്ല ഇന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ നിങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമേ ഇൻഡസ്ട്രിയിൽ റെലവൻ്റ് ആയിട്ട് നിൽക്കാൻ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു 6 months കൂടുമ്പോൾ പോർട്ട്ഫോളിയോ അപ്ഡേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 9th വൺ ഈസ് ക്ലട്ടേർഡ് കമ്പോസിഷൻ. നിങ്ങളൊരു ഡിസൈനർ ആണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. നിങ്ങൾ ചെയ്യുന്നത് ഒരു ഡിസൈൻ വർക്കാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത പോലെയാണെങ്കിലോ, നിങ്ങളെന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഒരു സ്റ്റോറി ബുക്കായിട്ട്, ഒരു ബ്രാൻഡ് ബുക്കായിട്ട് പോർട്ട്ഫോളിയോനെ കൺസിഡർ ചെയ്യുക. നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങളുടെ പോർട്ട്ഫോളിയോയും വെബ്സൈറ്റും തമ്മിൽ നോക്കുന്ന സമയത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഒരു യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലില്ല. അപ്പോൾ എന്ത് കളേഴ്സാണോ, എന്ത് ടൈപ്പോഗ്രഫി ആണോ നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടി നിങ്ങൾ എല്ലാ പ്ലാറ്റ്ഫോംസിലും ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് പോർട്ട്ഫോളിയോയിൽ വേണം. ആ ഒരു സ്റ്റൈല്, അത് ക്ലാരിറ്റിയും കൺസിസ്റ്റൻസിയും ഉറപ്പാക്കുകയും ആളുകൾക്കുള്ള കോഗ്നിറ്റീവ് ലോഡ് കുറയ്ക്കുകയും നിങ്ങളുടെ മെസ്സേജ് ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഒക്കെ ചെയ്യും. ദ ലാസ്റ്റ് ആൻഡ് 10th വൺ എന്ന് പറയുന്നതാണ് ജനറിക് ആയിട്ടുള്ള ബ്രാൻഡിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിൻ്റെ ഭാഗമാണെന്നുള്ളത് ഓർമ്മ വേണം. അപ്പോൾ നിങ്ങളുടെ ഒരു ടോൺ അതിലുണ്ടാവണം.
അപ്പോൾ നിങ്ങൾ കുറച്ച് വിറ്റി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എക്രോസ് ആയിട്ട് ആ ഒരു വിറ്റി ടെക്സ്റ്റും മെസ്സേജസും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. നിങ്ങൾ അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇൻഫോഗ്രാഫിക്സും അനലിറ്റിക്കലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആ പോർട്ട്ഫോളിയോയിലുണ്ട്. ഈ സ്റ്റൈൽ എല്ലായിടത്തും നിങ്ങൾ ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും വെബ്സൈറ്റിലാണെങ്കിലും അല്ലാതെ നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കൊളാട്രൽസിൽ ഒക്കെ ഈ ഒരു സെയിം മെസ്സേജിങ്, സെയിം ടോൺ, സെയിം കളർ പാലറ്റ്, സെയിം ടെക്സ്റ്റ് സ്റ്റൈൽ, ഇത് സെയിം ബിഹേവിയർ, ഇതൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നിങ്ങളുടെ ബ്രാൻഡിങ് സ്പെസിഫിക് ആക്കുക, ജനറിക് ആക്കുക. നിങ്ങളൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഡിസൈനർ ആണെങ്കിൽ അത് ചെയ്യുക, അല്ല വീഡിയോ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളുടെ സ്റ്റൈൽ എല്ലായിടത്തും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. അത് കൊഹറൻ്റ് ആണ്, യൂണിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ ഓർത്തിരിക്കും, ഹയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇതേപോലെ ബ്രാൻഡ് സ്ട്രാറ്റജി, ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഡിസൈൻ, സ്റ്റോറി ടെല്ലിംഗ്, കോണ്ടന്റ് ക്രിയേഷനൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സജഷൻസും താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ദിസ് ഇസ് മീ ബിജുൽ ബിന്ദു ബാബു സൈനിങ് ഓഫ്.